ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മെന്റ് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ സിനിമയിൽ ഇന്ന് പൊതുവെ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് പഴയ സിനിമകളിലെ പാട്ടുകൾ എടുത്ത് വീണ്ടും യൂസ് ചെയ്ത് ഹിറ്റ് അടിക്കുന്നത്. ഉദാഹരണത്തിന് ലോകേഷ് കനകരാജിന്റെ വിക്രം, ലിയോ തുടങ്ങിയ ചിത്രങ്ങളിൽ പഴയ സിനിമകളിലെ പാട്ടുകൾ റീയൂസ് ചെയ്തിരിക്കുന്നതായി കാണാം. സോ ഇന്നത്തെ എപ്പിസോഡോട് നമ്മൾ നോക്കാൻ പോകുന്നതും ഇത്തരത്തിൽ മലയാള സിനിമയിൽ വീണ്ടും യൂസ് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള പഴയ സിനിമ പാട്ടുകളെക്കുറിച്ചും ആ ചിത്രങ്ങളെക്കുറിച്ചുമാണ്. അതായത് ഒരു സിനിമയുടെ റീമേക്ക് ആയിട്ടോ സെക്കൻഡ് പാർട്ടായിട്ടോ വന്നിട്ടുള്ള ചിത്രങ്ങളെ കുറിച്ചല്ല, പകരം ഒരു ബന്ധവുമില്ലാതെ വന്നിട്ടുള്ള രണ്ട് ചിത്രങ്ങളിൽ ഒരേ പാട്ട് തന്നെ വീണ്ടും യൂസ് ചെയ്തിരിക്കുന്നതിനെ കുറിച്ചാണ് പറയാനായി പോകുന്നത്. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീട്ടിലേക്ക് കിടക്കാം. ആദ്യത്തേത് തട്ടത്തിൻ മറയത്ത്. 2012 വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് പുറത്തു വന്നിട്ടുള്ള ഈ ചിത്രങ്ങളുടെ പ്രത്യേകത തന്നെ ചിത്രത്തിലെ മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകളായിരുന്നു. അതിൽ മിക്കതും ഷാൻ റഹ്മാൻ ഈണം നൽകിയിട്ടുള്ളതായിരുന്നു. എന്നാൽ ഇതിനിടയിൽ ഒരിക്കൽ നായകനായിട്ടുള്ള വിനോദ് എന്ന കഥാപാത്രം ആയിഷയെ കാണുന്ന ഒരു സീനിൽ 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നൊരു ഗാനം കേൾപ്പിക്കുന്നുണ്ട്. ഇത് സത്യത്തിൽ 1984 ഫാസിൽ സംവിധാനം ചെയ്ത് പുറത്തു വന്നിട്ടുള്ള നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന ചിത്രത്തിൽ നിന്നും കടമെടുത്തിട്ടുള്ളതായിരുന്നു. അതേ ഗാനം തന്നെ വിനീത് ശ്രീനിവാസന്റെ ശബ്ദത്തിലാണ് ഈ ചിത്രത്തിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നത്. 2 ചോട്ടാ മുംബൈ. അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ പുറത്തു വന്നിട്ടുള്ള ഈ സൂപ്പർ ചിത്രത്തിൽ നായക കഥാപാത്രമായിട്ടുള്ള മോഹൻലാലിന്റെ തല എന്ന കഥാപാത്രത്തെ കാണിക്കുമ്പോൾ അയാളുടെ ഇൻട്രോയിൽ ഒരു പാട്ടുണ്ട്. ചെട്ടികുളങ്ങര ഭരണിനാളിൽ എന്ന് തുടങ്ങുന്ന ഈ ഗാനം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഗാനം 1975 സിന്ധു എന്ന ചിത്രത്തിൽ പ്രേം നസീർ പാടി അഭിനയിച്ച് MK അർജുനൻ ഈണം നൽകിയിട്ടുള്ള അതേ ഗാനത്തിന്റെ ഒരു ഫാസ്റ്റ് നമ്പർ പോലെയാണ്, ഒരു റീമിക്സ് വേർഷനായിട്ടാണ് ഈ ചിത്രത്തിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നത്. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ. 3 എബ്രഹാം മോസ്ലർ. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തു വന്നിട്ടുള്ള ഈ ഒരു ആവറേജ് ചിത്രത്തിൽ പൂമാനമേ എന്നൊരു ഗാനം മനോഹരമായി യൂസ് ചെയ്തിരിക്കുന്നതായി കാണാം. ഒരു രാഗമേഘം ഈ ഗാനം 1985 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തു വന്നിട്ടുള്ള നിറക്കൂട്ട് എന്ന ചിത്രത്തിന് വേണ്ടി ശ്യാം ഈണം നൽകിയതായിരുന്നു. ആ ചിത്രത്തിൽ KS ചിത്രയാണ് ഈ ഗാനം പാടിയിരുന്നത്. എന്നാൽ ആ ഗാനം വീണ്ടും ഓസ്ലറിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അതിന്റെ ഒരു മെയിൽ വെർഷനായിട്ട് നിതിൻ കെ ശിവയായിരുന്നു ഈ ഗാനം ആലപിച്ചിരുന്നത്. അടുത്തത് മിഴിയോരം. 1980 ശങ്കർ, മോഹൻലാൽ, പൂർണിമ ഭാഗ്യരാജ് എന്നിവരെല്ലാം കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഫാസിൽ തിരക്കഥെഴുതി സംവിധാനം ചെയ്തു വന്നിട്ടുള്ള മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമായിരുന്നു മിഴിയോരം നനഞ്ഞൊഴുകും. ചിത്രത്തിനായി ജെറി അമൽദേവ് ഈണം നൽകിയിട്ടുള്ള ഈ ഗാനം KJ യേശുദാസും S ജാനകിയും പാടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ S ജാനകി പാടിയിട്ടുള്ള വേർഷനാണ് വർഷങ്ങൾക്കിപ്പുറം ചിദംബരം ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ജാനമൻ എന്ന ചിത്രത്തിൽ മനോഹരമായി വീണ്ടും യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതും ചിദംബരത്തിന്റെ ചിത്രം തന്നെയാണ്. ചിദംബരത്തിന്റെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ്. ചിത്രത്തിന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഗാനവും മനസ്സിലായിട്ടുണ്ടാകും. മലയാള സിനിമയുടെ സീൻ മാറ്റിയിട്ടുള്ള ഈ ചിത്രം മലയാളത്തിന് പുറമെ തമിഴിലും ഇത്രയും വലിയ ഹിറ്റടിക്കാൻ കാരണമായതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് തമിഴിലെ ഒരു പാട്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നു എന്നതുകൊണ്ടാണ്. 1991 കമലഹാസൻ നായകനായി പുറത്തു വന്നിട്ടുള്ള ഗുണ എന്ന ചിത്രത്തിലെ കൺമണി അൻപോട് കാതലൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഈ ചിത്രത്തിലേക്ക് കറക്റ്റായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഗുണ കേവിൽ വെച്ച് നടക്കുന്ന കഥ ആയതുകൊണ്ട് കൂടിയാണ് ആ ഗാനം ഇവിടേക്ക് വീണ്ടും യൂസ് ചെയ്തിരുന്നത്. സോ കഥയുമായി പെർഫെക്റ്റായി മാച്ച് ആകുന്നത് പോലെയാണ് ഒരു സർവൈവൽ ത്രില്ലർ ചിത്രമായിട്ടുള്ള ഇതിലേക്ക് ആ ഗാനം യൂസ് ചെയ്തിരുന്നത്. S ജാനകിയും കമലഹാസനുമായിരുന്നു 1991 ആ ഒരു സൂപ്പർ ചിത്രത്തിലേക്ക് ഈ ഗാനം ആലപിച്ചിരുന്നത്. 1965 റോസി എന്ന ചിത്രത്തിനു വേണ്ടി KV ജോബ് ഈണം നൽകി P ഭാസ്കരൻ എഴുതിയിട്ടുള്ള അല്ലിയാമ്പൽ കടവിലെന്ന് അരക്കി വെള്ളം എന്ന ഗാനം ഏകദേശം 40 വർഷങ്ങൾ കഴിഞ്ഞ് 2009 ജയരാജ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത ലൗഡ് സ്പീക്കർ എന്ന ചിത്രത്തിലാണ് വീണ്ടും യൂസ് ചെയ്തിരുന്നത്. ആദ്യ ചിത്രത്തിനായി KJ യേശുദാസ് ആലപിച്ചിരുന്ന ഈ ഗാനം രണ്ടാമത്തെ ചിത്രത്തിനായി മകൻ വിജയ് യേശുദാസ് ആണ് പാടിയിരുന്നത്. 8 ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS ബാബുരാജ് ഈണം നൽകി 1968 പുറത്തു വന്നിട്ടുള്ള മിടുമിടുക്കി എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമായിരുന്നു അകലെ അകലെ നീലാകാശം. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം 1995 ജയറാം നായകനായി വന്ന ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിലും ഇതേ ഗാനം തന്നെ റീയൂസ് ചെയ്തിട്ടുണ്ട്. 1995 സ്ഫടികം എന്ന ചിത്രത്തിന് വേണ്ടി P ഭാസ്കരൻ നായർ എഴുതി SP വെങ്കടേഷ് ഈണം നൽകിയ മനോഹരമായിട്ടുള്ള ഗാനമായിരുന്നു
പരിമലച്ചെരുവിലെ പടിപ്പുര വീട്ടിൽ. KS ചിത്ര പാടിയിട്ടുള്ള ഈ ഗാനത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഉർവശിയായിരുന്നു. ഇതേ ഗാനം തന്നെ വർഷങ്ങൾക്കിപ്പുറം ഗിരീഷ് ഷേഡി തന്റെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള സൂപ്പർ ശർണിയിൽ ഒരു കോളേജ് ഫെസ്റ്റിവലിനിടയിൽ പെൺകുട്ടികളുടെ ഒരു ഡാൻസ് ഐറ്റമായി അവതരിപ്പിക്കുന്നുണ്ട്. അതും നല്ല കിടിലൻ സ്റ്റെപ്പുകളുടെയും കോമഡിയുടെയും അകമ്പടിയോടെ. 10 ദേവദൂതർ പാടി. 1985 മമ്മൂട്ടിയെ നായകനാക്കി ഭരതൻ സംവിധാനം ചെയ്തിട്ടുള്ള കാതോട് കാതോരം എന്ന ചിത്രത്തിൽ ONV കുറുപ്പിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗാനമായിരുന്നു ഈ ദേവദൂതർ പാടി. ഇതേ ഗാനം തന്നെ ഏകദേശം 30 വർഷങ്ങൾക്കിപ്പുറം വിനയ് ഗോവിന്ദ് ആസിഫ് അലിയെ നായകനാക്കി 2015 പുറത്തിറക്കിയ കോഹിനൂർ എന്ന ചിത്രത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വീണ്ടും 7 വർഷങ്ങൾക്കിപ്പുറം 2022 കുഞ്ചാക്കോ ബോബനെ നായകനാക്കി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്തു വന്നിട്ടുള്ള എന്നാത്താ കേസുകൂട് എന്ന ചിത്രത്തിലും ഈ ഗാനം യൂസ് ചെയ്തിരിക്കുന്നതായി കാണാം. 11 ഓ മൃദുലേ. 1982 ചന്ദ്രകുമാർ സംവിധാനം ചെയ്തിട്ടുള്ള ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിന് വേണ്ടി സത്യനന്ദിക്കാട് എഴുതി MG രാധാകൃഷ്ണൻ ഈണം നൽകി യേശുദാസ് പാടിയിട്ടുള്ള ഈ ഗാനം പിന്നീട് വർഷങ്ങൾക്കിപ്പുറം സുരേഷ് ഗോപിയെ നായകനാക്കി ദീപൻ സംവിധാനം ചെയ്തിട്ടുള്ള ഡോൾഫിൻസ് എന്ന ചിത്രത്തിലാണ് ഉപയോഗിച്ചിരുന്നത്. 12 ഗുരുവായൂർ അമ്പലനടയിൽ. ഈ ചിത്രത്തിന് വേണ്ടി 2 ഗാനങ്ങളാണ് ഇതുപോലെ പഴയ സിനിമയിൽ നിന്നും വീണ്ടും എടുത്തിരിക്കുന്നത്. ഒന്നാമത്തേത് 1996 ഇറങ്ങിയ തമിഴ് സിനിമയായ ഉള്ളത്തിൽ അള്ളിത്ത എന്നതിലെ അഴകിയ ഇലയില എന്ന ഗാനം. സുന്ദർ സി സംവിധാനം ചെയ്തിട്ടുള്ള ഈ ചിത്രത്തിന് വേണ്ടി പഴനി ഭാരതി എഴുതി സിർപ്പി ഈണം നൽകി മനോ പാടിയിട്ടുള്ള ഈ ഗാനമാണ് ചിത്രത്തിന് തുടക്ക ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ 1988 കമൽ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സെന്റി സിനിമയായിട്ടുള്ള കാക്കോത്തിക്കാവിലെ അപ്പുപ്പത്താടികൾ എന്ന ചിത്രത്തിലെ ബിജു തിരുമല എഴുതി ഔസേപ്പച്ചൻ ഈണം നൽകി KS ചിത്ര പാടിയിട്ടുള്ള കണ്ണാൻ തുമ്പി പോരാമോ എന്ന ഗാനവും ഈ ചിത്രത്തിലേക്ക് ഒരു കോമഡി രൂപത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തത് പ്രേമലൂലെ യയയായ. മഞ്ഞുമൽ ബോയ്സിലെ കൺമണി അൻമോട് എന്ന ഗാനത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ ഒരു പാട്ടും വമ്പൻ ഹിറ്റായി മാറുകയായിരുന്നു. 1996 ഭരതൻ സംവിധാനം ചെയ്തിട്ടുള്ള ദേവരാഗം എന്ന ചിത്രത്തിലാണ് ഈ പാട്ട് ആദ്യമായി വന്നിരുന്നത്. അന്ന് ഈ സിനിമ അത്ര വിജയമൊന്നും നേടിയില്ലെങ്കിലും അതിലെ ഗാനങ്ങളെല്ലാം തന്നെ ഗംഭീര വിജയമായി മാറുകയായിരുന്നു. അരവിന്ദ് സ്വാമി ശ്രീദേവിയും നായികനായകന്മാരായി വന്നിട്ടുള്ള ഈ ഗാനം MD രാജേന്ദ്രൻ എഴുതുകയും MM കീരവാണി ഈണം നൽകുകയും KS ചിത്രയും P ഉണ്ണികൃഷ്ണനും പാടുകയുമാണ് ഉണ്ടായത്. 14 ഒരു മധുരക്കിനാവിൻ ലഹരിയിലെന്നു. 1984 IV ശശി സംവിധാനം ചെയ്ത് പുറത്തു വന്നിട്ടുള്ള കാണാമറയത്തെന്ന ചിത്രത്തിന് വേണ്ടി ബിജു തിരുമല എഴുതി ശ്യാം ഈണം നൽകി KJ യേശുദാസ് പാടിയിട്ടുള്ളതായിരുന്നു മനോഹരമായിട്ടുള്ള ഈ ഗാനം. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം 2011 ദീപു കരുണാകരൻ സംവിധാനം ചെയ്തിട്ടുള്ള തേജാഭായ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന് വേണ്ടി ഷാൻ റഹ്മാനും വിജയ് യേശുദാസുമാണ് ഈ ഗാനം വീണ്ടും ആലപിച്ചിരുന്നത്. അന്ന് ശ്യാം നൽകിയ ഈണത്തിന്റെ കൂടെ ചില മാറ്റങ്ങളെല്ലാം വരുത്തി ഒരു റീമിക്സ് പോലെ ദീപക് ദേവാണ് ഈ ഗാനം പുനരാവിഷ്കരിച്ചിരുന്നത്. അവസാനത്തേത് കാട് കുളിരാണ്. 1974 നെല്ല് എന്ന ചിത്രത്തിന് വേണ്ടി സലീൽ ചൗധരി ഈണം നൽകി വയലാർ രാമവർമ്മ എഴുതി P സുശീല പാടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗാനമായിരുന്നു കാട് കുളിരാണ് കൂട് കുളിരാണ് മാറിലൊരു പിടി ചൂടുണ്ടോ. ഈ ഗാനം പിന്നീട് വർഷങ്ങൾക്കിപ്പുറം 2006 ബെഡാദോസ് എന്ന ചിത്രത്തിന് വേണ്ടി M ജയചന്ദ്രനും കൂടി ഈണം നൽകി ചിത്ര അയ്യരാണ് പാടിയിരുന്നത്. പഴയ ഗാനത്തിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് ഇംഗ്ലീഷ് വരികളും പുതിയ പാട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.